നമ്മുടെ എല്ലാം കണ്ണും കാതും മനസ്സും എല്ലാം ഇപ്പോൾ വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി നമുക്കൊപ്പം വത്തിക്കാനിൽ നിന്ന് സജീവ് ജോസഫ് MLA-യും JS അഖിൽ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇരുവർക്കും ന്യൂസ് 18ലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ സജീവ് ജോസഫ് MLA-യിലേക്ക് പോവുകയാണ്. ശ്രീ സജീവ് ജോസഫ്, നമ്മൾ തുടക്കം മുതലൊക്കെ പറയുന്നത് പോലെ ഭാരതസഭയ്ക്ക് ഒന്നാകെ അഭിമാനിക്കാനുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ ചുവടുവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ, വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചടങ്ങുകൾ തുടങ്ങാൻ ഇനി ബാക്കി. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? നമസ്കാരം. ഇറ്റാലിയൻ സമയം 4 മണിക്കാണ് പരിശുദ്ധ പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള കർദിനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, സഭയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ പ്രതിനിധികൾ ഈ ചടങ്ങ്, ചരിത്ര മുഹൂർത്തം വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 21 പിതാക്കന്മാരാണ് ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന നിമിഷമാണ് ഈ 21 പേരിൽ ഒരാൾ, നമ്മുടെ മലയാളി, ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള കൂവക്കാട്ട് പിതാവ് ജോർജ് കൂവക്കാട്ട് പിതാവ് അഭിഷിക്തനായ അദ്ദേഹം പിതാവ്, അതായത് വൈദികൻ പദവിയിൽ നിന്നും കർദിനാൾ പദവിയിലേക്ക് നേരിട്ട് ഉയർത്തപ്പെടുന്ന ഏറ്റവും അവിസ്മരണീയമായ, ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ചരിത്ര നിയോഗമാണ്. ദൈവ നിയോഗമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒട്ടേറെ ആളുകൾ, ജനപ്രതിനിധികളോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നുള്ള ഒട്ടേറെ ആളുകൾ ഈ ചടങ്ങ് നേരിട്ട് കാണാനും ഈ അനുഗ്രഹീത മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻവശത്താണ്. ഈ ചടങ്ങുകൾ 4 മണിക്ക് ആണ് ആരംഭിക്കുക എങ്കിലും വളരെ നേരത്തെ തന്നെ പ്രതിനിധികളും കുടുംബാംഗങ്ങളും വൈദികരും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അവരൊക്കെ തന്നെ 2 മണിയോടൊക്കെ തന്നെ ഈ പള്ളിയിലേക്ക്, കത്തീഡ്രലിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്, ബസിലിക്കയിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഒക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തുകയുണ്ടായി. ഇന്ന് രാവിലെ തന്നെ പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മാർപ്പാപ്പയെ കണ്ടിരുന്നു. ഇന്ന് ഈ ചടങ്ങ് ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ്, ഏതാണ്ട് 1-1.5 മണിക്കൂർ മാത്രമാണ് നീണ്ടു നിൽക്കുക എന്നാണ് അറിയുന്നത്. 4 മണിക്ക് തുടങ്ങിയാൽ ഇറ്റാലിയൻ സമയം 4 മണി ആരംഭിച്ച് 5-5:30 മണിയോടുകൂടി ഇത് പൂർത്തിയാകുമെന്ന് കരുതുകയാണ്. ഇന്ത്യൻ സമയമായിട്ട് 4.5 മണിക്കൂർ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ 4 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം 8:30 മണിയോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ ദൈവനിയോഗം, പിതാവിനെ സംബന്ധിച്ചുള്ള ദൈവനിയോഗം, ഇത് നമ്മുടെ നാടിന് കൂടി ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമായി, കേരളത്തിന്, നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്.